കൊല്ലത്ത് വീണ്ടും വൻ ലഹരിവേട്ട. CPM പ്രവർത്തകന്റെ ഗോഡൌണിൽ നിന്നും 23 ലക്ഷം രൂപയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. ഇരവിപുരം വഞ്ചിക്കോവിൽ സ്വദേശി ദീപുവിന്റെ ഗോഡൌണിൽ നിന്നാണ് 50 ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയത്. ദീപുവിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി മനോജ് കൊല്ലത്ത് നിന്നും ചേരുന്നു. മനോജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ നടത്തിയ പരിശോധനയിലാണ് ഈ 50 ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയിട്ടുള്ളത്. ഇത് ഇരവിപുരം വഞ്ചിക്കോവിലിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയത്. അതായത് ദിവസങ്ങളായി തന്നെ അവിടെയുള്ള കൈരളി ഫുഡ്സ് എന്ന ഒരു കട ഈ ദീപു വാടകയ്ക്കെടുത്ത് നടത്തുകയായിരുന്നു. ഈ കെട്ടിടത്തിനുള്ളിലാണ് ഇത്തരത്തിൽ ചാക്കുകളിലായി ഈ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഈ ദീപു സ്ഥലത്ത് തന്നെ CPM പ്രവർത്തകനാണ്. ഈ സമയത്ത്, അതായത് ഇരവിപുരം പോലീസും ഡാൻസ് ഓഫ് ടീമുമാണ് അവിടേക്ക് എത്തുന്നത്. ഈ രാത്രിയോടെ പോലീസ് എത്തിയ സമയം ഈ ദീപു അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. എന്തായാലും വൻതോതിൽ ഈ ലഹരി വിൽപ്പന നടത്തി വരികയായിരുന്നു ഇയാൾ. ഇത്തരത്തിലൊരു വിവരം ലഭിച്ചാണ് ഈ പോലീസ് അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫ് ടീം അവിടെ എത്തുന്നത്. എന്തായാലും വിപണിയിൽ 23 ലക്ഷം രൂപ വരുന്ന ഈ നിരോധിത ലഹരി പദാർത്ഥങ്ങളാണ് ഈ സ്ഥലത്തു നിന്നും പിടികൂടിയത്. അതായത് ഗോഡൌണിലേക്ക് എത്തിയപ്പോൾ ഈ ഷട്ടർ പൊളിച്ച ശേഷം പിന്നീട് അങ്ങോട്ട് പോലീസ് കയറുകയായിരുന്നു. ഉള്ളിൽ 50 ചാക്കുകളിലായാണ് സൂക്ഷിച്ചിരുന്നത്. ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എത്തരത്തിലാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ള അന്വേഷണവും അതോടൊപ്പം തന്നെ ദീപുവിനായുള്ള അന്വേഷണവും പോലീസ് തുടരുകയാണ്. ദീപു നേരത്തെ തന്നെ ക്രിമിനൽ കേസിൽ പ്രതി കൂടെയാണ്. എന്തായാലും ഇരവിപുരം പോലീസാണ് ഈ സ്ഥലത്തേക്ക് എത്തി ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തി ഈ വൻതോതിൽ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇയാൾ മുൻപും ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ വിറ്റിരുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കട വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ 50 ചാക്കോളം ലഹരി പദാർത്ഥങ്ങൾ അവിടെ സൂക്ഷിച്ചിരുന്നത്. പോലീസ് ഈ ഡാൻസ് ഓഫ് ടീമും ഇതെല്ലാം കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും ദീപുവിനായുള്ള അന്വേഷണം അങ്ങനെ തന്നെ തുടരുകയാണ്. പോലീസിന്റെ കണ്ണു വെട്ടിച്ചാണ് അവിടെ നിന്നുമാണ് ഈ ദീപു കടന്നു കളഞ്ഞത്. അതിൽ മറ്റൊരു കാര്യം, ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയം, അതായത് ദൃശ്യങ്ങൾ പകർത്താനെത്തിയ യുവാവിന് വരെ അവിടെ നിന്നും ഈ പാർട്ടി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായാണ് വിവരം. അതായത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ്. ഈ സമയത്ത് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നാൽ, അല്ലെങ്കിൽ ഒരു CPM പ്രവർത്തകന്റെ ഗോഡൌണിൽ നിന്നും ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെടുത്തു എന്നുള്ള വാർത്ത പുറത്തു വന്നാൽ അങ്ങനെ വരാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഭീഷണിയും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, ഈ ലഹരി പദാർത്ഥങ്ങൾക്ക് എതിരെ CPM പ്രചാരണം നടത്തുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ കേട്ടതാണ്. പക്ഷേ ഈ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ സമൂഹത്തിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുവാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ വലിയ തോതിലാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ചാക്കുകളിൽ അടുക്കി വെച്ച നിലയിലാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. എന്തായാലും ദീപുവിനായുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി.